ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു നല്ലൊരു നാടൻ തട്ടുകടയിലേക്കാണ് പോകുന്നത്. റാട്ടപ്പടി റാട്ടപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. നല്ല മലയോര മേഖലയിലാണിത്. കണ്ടോ, നല്ല റോഡൊക്കെ, നല്ല റോഡ്, നല്ല വ്യൂ ഉള്ള സ്ഥലം. ഇവിടെ നോക്കി എന്താണ് നല്ല സ്ഥലം. അപ്പോൾ ഈ റോഡിലൂടെ കുറച്ചങ്ങനെ പോയാൽ നല്ലൊരു ഹോട്ടലുണ്ട്, നല്ലൊരു നാടൻ തട്ടുകട. അപ്പോൾ ഇന്നുള്ള യാത്ര അങ്ങോട്ടാണ് പോണത്. ഓക്കെ, നമ്മളെ തട്ടുകടയിലേക്ക് എത്താനായി. തട്ടുകടയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും നമ്മളെ തട്ടുകട ഒന്ന് പരിചയപ്പെടണം. എന്നിട്ട് ഇതാണ് നമ്മളെ സ്പോട്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. മരഞ്ചാട്ടിയുടെയും ചുണ്ടത്തുമ്പുഴയുടെയും നടുവിൽ റാട്ടപ്പടി എന്ന സ്ഥലത്ത്. ഇതാണ് റാട്ടപ്പടി ഹോട്ടൽ കുൾബാർ. നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ. ഒന്ന് വന്ന് നോക്കിക്കോളി. ഇതാണ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നല്ല ബോട്ടിയും ചപ്പാത്തിയും. ബോട്ടിയൊക്കെ ഇവിടെ ഉണ്ടാക്കണ കണ്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് വന്ന് കഴിക്കണം എന്ന് തോന്നും. കാണിച്ചു തരാം. നല്ല സൂപ്പർ തട്ടുകടയാണ്, നല്ല വൃത്തിയുള്ള തട്ടുകടയാണ്, നാടൻ തട്ടുകട. ഞങ്ങളെ ബോട്ടി അവിടെ അടുക്കളയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ബോട്ടി, നല്ല കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട. പിന്നെ ചപ്പാത്തി, പിന്നെ ഒരു ലൈമ് പറഞ്ഞിട്ടോ, ഫ്രഷ് ലൈമ്. അപ്പം ഈ പിന്നെ നാടൻ തട്ടുകട അറിയാത്തവർ ഒന്ന് വന്ന് കഴിക്കണം. നല്ല എല്ലാരും ഒന്ന് വരും നോക്കിയേ. എന്റെ മക്കളെ നോക്കി ഇങ്ങോട്ട്. എന്താണ് ബോട്ടി നോക്കി നിങ്ങള്. പോളി വൈബ് നോക്കിങ്ങള്. എന്റെ മോനെ കണ്ടില്ല നിങ്ങള്, എന്താ ടേസ്റ്റ്. ചപ്പാത്തിയും ബോട്ടിയാണ് നമ്മളെ ഇവിടെ ഉള്ളത്. എങ്ങനെയുണ്ട് നമ്മളെ ബോട്ടിങ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ? എങ്ങനെയുണ്ട്? സൂപ്പറാ. ആ, നല്ല മജ ഉണ്ട്. അടിപൊളി. ഓക്കെ, ചേട്ടായി ഇന്നിവിടെ ഞായറാഴ്ചയാണല്ലോ, എന്തൊക്കെയാ സ്പെഷ്യൽ അല്ലേ ഇവിടെ? ഇവിടെ ചപ്പാത്തി, പൊറോട്ട, ബോട്ട്, ബീഫ്, മീന്. നല്ല ബോട്ടിയൊക്കെ നല്ല കുരുമുളകൊക്കെ ഇട്ട് നമ്മുടെ സെറ്റപ്പ് അല്ലേ? നാടൻ കരിയാപ്പിലൊക്കെ ഇട്ട്. നാടൻ ബോട്ടി ഫ്രൈ. ബീഫ് അത് തന്നെ ആണല്ലേ? ബീഫ് കറി ഉണ്ടോ? കറിയുണ്ട്, ഫ്രൈ ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ടോ? ഒരു 12 മണിക്ക് ശേഷം, ഉച്ചക്ക് 12 മണിക്ക് ശേഷം എന്നും ഉണ്ടാവും. ഓക്കെ. മസാല നമ്മുടെ പറമ്പിലെ കുരുമുളക് വെളിച്ചെണ്ണയിലാണ് നമ്മളെല്ലാം പാകം ചെയ്യുന്നത്. വെളിച്ചെണ്ണയില്. പിന്നെ ഇവിടെ സ്വന്തം ഉണ്ടാക്കണ മസാലയാണ് അല്ലേ? അത് മുളക് പൊടി ആയാലും കാപ്പി ആണെങ്കിലും നമ്മളെ പറമ്പിലെ കാപ്പിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ പറമ്പിലെ കാപ്പിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി എല്ലാം നിങ്ങൾ തന്നെ നാച്ചുറൽ.